എല്ലാ കാലത്തും ലോകത്ത് മൂവ്മെൻറ്റുകൾ ഉണ്ടാവാറുണ്ട്. ഭയങ്കര രസമുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പം നമ്മൾ സന്ദേശം സിനിമയിൽ കേട്ടിട്ട് പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുതെന്ന് പറഞ്ഞാണ് നമ്മൾ സത്യത്തിൽ പോളണ്ടിനെ പറ്റി കേട്ടിട്ടുള്ളത്. ഞാൻ അതിനെപ്പറ്റി പരിശോധിച്ചപ്പോൾ 1980 പോളണ്ട് എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റുള്ള രാജ്യമാണല്ലോ. അപ്പം അതിൻ്റേതായ പ്രശ്നം അവിടെ ഉണ്ടായ സമയത്ത് അവിടെ 1980 ഓറഞ്ച് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ടായി. ജനങ്ങൾ കുള്ളന്മാരുടെ വേഷം, അതായത് ദേഹത്തോട് ഇങ്ങനെ വളരെ രസകരമായ ആൾക്കാർ കൗതുകമുണർത്തുന്ന കുള്ള വേഷം ധരിച്ചുകൊണ്ട് റോഡിലെങ്ങും പാട്ടുകൾ, മ്യൂസിക് ബാൻഡുകൾ, ഗ്രാഫിറ്റികൾ, അങ്ങനെ ഇവർ ഹാസ്യാത്മകമായി, പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അടിച്ചോടിക്കാൻ പറ്റില്ല, ഹാസ്യാത്മകമായി വിമർശിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തിനാ ചെയ്യുന്നറിയാമോ? നമുക്ക് സർക്കാർ എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ മനസ്സിൽ കാണുന്ന? സർക്കാർ എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായിട്ടുള്ളൊരു ചട്ടക്കൂടെന്ന് നമ്മൾ സർക്കാർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് പട്ടാളം, പോലീസൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നല്ലേ. സർക്കാരിനെ പറഞ്ഞാൽ പോലീസ് പിടിക്കും, ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഇതൊരു ഭയമാണ്. ഈ ഭയത്തെയാണ് അന്നത്തെ ആ മൂവ്മെൻറ്റ് ഇല്ലാതാക്കി. ജനങ്ങൾക്ക് സർക്കാരിനെ വിമർശിക്കുക, നമ്മുടെ അപ്പനെ വിമർശിക്കുന്ന പോലെ, അമ്മയെ വിമർശിക്കുന്ന പോലെ, അധ്യാപകരെ വിമർശിക്കുന്ന പോലെ, കൂട്ടുകാരത്ത് തർക്കിക്കുന്നത് പോലെ ഈ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ അതിനെ വിമർശിക്കാനുള്ള ധൈര്യം ഈ ഓറഞ്ച് ഓൾട്ടർനേറ്റീവ് കൊടുത്തു. അവരൊരിക്കലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടൊന്നും പിന്നീട് വന്നില്ല. സംഭവിച്ചത് 89 പോളണ്ടിൽ ഇടതുപക്ഷ സർക്കാർ വീണു. ഈ മൂവ്മെൻ്റ് ഉണ്ടാക്കിയ മൊമൻറ്റം പ്രതിപക്ഷ പാർട്ടികൾ യൂസ് ചെയ്തു. അപ്പോൾ എല്ലാ കാലത്തും ഈ മൂവ്മെൻറ്റ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ പറഞ്ഞ കർഷക സമരം, അവർ വന്നത് ആ കർഷക ബില്ലിൻ്റെ ചില വ്യവസ്ഥയ്ക്കെതിരെയാണ്. പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നൊക്കെ കോടാനുകോടി മനുഷ്യർ സപ്പോർട്ടോടു കൂടി ആയിരക്കണക്കിന് കർഷകർ ഡൽഹിയിൽ വന്ന് തമ്പടിച്ച് കിടക്കുകയാണ് മാസങ്ങൾ, അല്ലേ. അവസാനം ആ ബില്ലിലെ പ്രധാനപ്പെട്ട 2 വ്യവസ്ഥകൾ സർക്കാർ പിൻവലിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ വിഷയത്തെപ്പറ്റി മൂവ്മെൻറ്റുകൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മൂവ്മെൻറ്റുകൾ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ഇവിടുത്തെ സാമ്പ്രദായ രാഷ്ട്രീയക്കാർ പറയുന്നതാണ്, ഇവർക്ക് ഐഡിയോളജി ഇല്ല, ഇതൊരു മൂവ്മെൻറ്റ് മാത്രമാണ്. അപ്പോൾ എനിക്കിത് തിരിച്ചൊരു ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു സ്ഥലത്തൊരു തീ കത്തുന്നു, അത് അണഞ്ഞും പോകുന്നു എന്ന് വിചാരിച്ച് കത്തിയ തീക്ക് ചൂട് ഇല്ലാതിരുന്നിട്ടുണ്ടോ? ചൂടുണ്ട്, ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഓരോ വിഷയത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ മൂവ്മെൻറ്റുകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരം മൂവ്മെൻറ്റാണിത്. ആ കുറേ കോടാനുകൂടി പിള്ളേർ ഇതിനകത്തുണ്ട്. അവർ മുഴുവൻ രാജ്യദ്രോഹികളാണെന്നൊക്കെ പറയാൻ പറ്റും. ചിലപ്പം പ്രത്യേക അജണ്ടയുള്ളവർക്ക് ഇതിൽ വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇത് സത്യത്തിൽ ജനാധിപത്യത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായി ഞാൻ കാണുന്ന കാര്യം, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നീ സെർവൻ്റാണ് എൻ്റെ, ഞാൻ നിന്നെ ഭരിക്കാൻ വെച്ചിരിക്കുകയാണ്, എന്നെ ഭരിക്കാൻ നിന്നെ വെച്ചിരിക്കുകയാണ്, വോട്ട് ചെയ്ത് നിന്നെ വെച്ചിരിക്കുക. അല്ലാതെ നീ എൻ്റെ മുതലാളിയൊന്നുമല്ല, ഞാൻ നിൻ്റെ അടിമയല്ല. എനിക്ക് വേറെ ജോലി ചെയ്ത് ജീവിക്കണം, പക്ഷേ എനിക്ക് നാട്ടുകാര്യങ്ങളൊന്നും നോക്കാൻ സമയമില്ല. അപ്പം ഞാൻ നിന്നെ വോട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിരിക്കുക. അപ്പം നീ എൻ്റെ സെർവൻ്റാണ്. അപ്പം ജനാധിപത്യത്തിൽ സെർവൻ്റ് മുതലാളി കേൾക്കണ്ടേ? ഇവിടെ ഞാനാണ് പൗരൻ, ഞാനാണ് മുതലാളി, എന്നെ നീ കേൾക്കണം. അപ്പോൾ എൻ്റെ അഭിപ്രായം കേൾക്കാൻ നീ ശ്രമിക്കുമ്പോൾ വീട്ടിൽ പോയി പറയുക, നീ പോയി പുറത്തിറങ്ങിപ്പോകാൻ പറയുക, എനിക്ക് സൗകര്യമില്ലെന്ന് പറയുക, ചോദ്യങ്ങൾ ചോദിക്കും, പ്രസ്സുകാർ ചോദ്യം ചോദിക്കുമ്പം മുഖം വീർപ്പിച്ച് പോവുക. ഇനി അങ്ങനെ അല്പം കൂടെ വിമർശിച്ചാൽ അവനെ ഒരു രാജ്യദ്രോഹി എന്ന് പറയുന്ന ചാപ്പ കുത്തി അങ്ങ് ഫിനിഷ് ചെയ്യുക. നമ്മളൊരു രാജ്യദ്രോഹി എന്ന് 10 തവണ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ടെൻഷനാവും. ദൈവമേ, രാജ്യദ്രോഹി എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ആക്ഷേപം ലോകത്തില്ലല്ലോ, ഉണ്ടോ? ഈ രാജ്യദ്രോഹി എന്ന് പറഞ്ഞാൽ അതോടുകൂടി നമ്മളെ സൈഡ് ലൈൻ ചെയ്ത് കഴിഞ്ഞു. അത് ഭയങ്കര കഷ്ടമാണ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 2012 ഡൽഹിയിൽ നിർഭയ കേസ് സംഭവിക്കുന്നു. ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി റേപ്പ് ചെയ്ത് ആ കുട്ടി മരണപ്പെടുകയാണ്. രാജ്യ തലസ്ഥാനത്ത് വലിയ പ്രക്ഷോഭം ഉണ്ടായി ചെറുപ്പക്കാരുടെ, അല്ലേ. കാരണം രാത്രിയിലൊരു സിറ്റിയിൽ ഒരു ബസ്സിൽ, അതും മണിക്കൂറോളം ഈ പീഡനം നടക്കുക, അല്ലേ. ഡൽഹി പോലൊരു സ്ഥലത്ത് ക്രൂരമായി, നമുക്ക് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം അതിക്രൂരമായി ആ കുട്ടിയുടെ ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് അതിൻ്റെ ജനനേന്ദ്രിയം അടിച്ച് തകർക്കുകയാണെന്നാണ് ഫോറൻസിക് റിപ്പോർട്ടിൽ പറഞ്ഞത്, അല്ലേ. ആ കുട്ടി ആ ICUവിൽ കിടക്കുന്നതും മന്ത്രിമാർ കാണാൻ പോകുന്നതൊക്കെ നമ്മളിപ്പോഴും ആ വിഷ്വൽസ് ഉണ്ടല്ലേ. രാജ്യം മൊത്തം കത്തുകയാണ്. ചെറുപ്പക്കാർ, ആ കുട്ടി ആരാന്ന് പോലും അറിയാതെ അതിനുവേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചെറുപ്പക്കാർ അങ്ങോട്ട് വരികയാണ്. സത്യത്തിൽ അന്നത്തെ ഗവൺമെൻറ് ആ മുഴുവൻ ചെറുപ്പക്കാരെയും രാജ്യദ്രോഹികളായിട്ട് കണ്ടോ? കണ്ടില്ല. അവരെ മുഴുവൻ ഇവർ രാജ്യവിരുദ്ധരാന്ന് കണ്ടോ? കണ്ടില്ല. ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്തു. അതായത് 2012 നിർഭയ കേസ് ഉണ്ടാകുമ്പോൾ ഇന്ത്യയിൽ സ്ത്രീകളുടെ സുരക്ഷയിൽ അതിഭീകരമായ വീഴ്ച ഉണ്ടായിരുന്നു. എന്നാൽ 2012 ആ സംഭവത്തിന് ശേഷം അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത് ഇത് പഠിക്കാൻ അന്വേഷണ കമ്മീഷനെ വെച്ചു. ലോയിൽ അമെൻമെൻ്റ് ഉണ്ടായി. 2013 അമെൻമെൻറ്റിലാണ് സത്യത്തിൽ ഇന്ത്യയിലെ സ്ത്രീകളെ സുരക്ഷിതരാക്കുന്ന
വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത് നിർഭയ കേസും ആ നിർഭയ കേസിനോട് ചേർന്നുണ്ടായ വലിയ പ്രക്ഷോഭവുമാണ്. ആ പ്രക്ഷോഭത്തെ അന്ന് സർക്കാർ കേട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ ജനാധിപത്യത്തിലെ മനോഹാരിത. അതായത് ആസിഡ് അറ്റാക്ക്, മുഖത്ത് ആസിഡ് ഒഴിക്കുമായിരുന്നു. ആ ആസിഡ് അറ്റാക്കിന് പ്രത്യേക വകുപ്പ് കൊണ്ടുവന്നു ഈ നിർഭയ കേസിന് ശേഷം. 326A എന്ന് പറയുന്ന ഒരു വകുപ്പ് IPCയിൽ എഴുതി ഉണ്ടാക്കിയത് ഈ സംഭവത്തിന് ശേഷമാണ്. അതുപോലെ സ്ത്രീകളെ ആക്രമിക്കുന്ന കേസുകളിൽ സ്പെഷ്യൽ കോടതികൾ, ഇന്ത്യയിൽ ആകമാനം സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ത്രീകൾക്കെതിരെ ആക്രമണ കേസിൽ പെട്ടെന്ന് വിചാരണ നടത്താൻ വേണ്ടി വന്നത് നിർഭയ കേസും അതിനോട് ചേർന്ന പ്രക്ഷോഭത്തിന് ശേഷമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ആ കേസുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പയ്യൻ. അവനെ വെറുതെ വിടേണ്ടി വന്നു, ജുവനൈലായതുകൊണ്ട്. 18 വയസ്സിൽ താഴെയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ സംഭവത്തിന് ശേഷം പുതിയൊരു അമെൻമെൻറ്റ് വന്നിട്ട് പറഞ്ഞു 16നും 18നും ഇടയ്ക്കാണെങ്കിൽ, 18 വയസ്സ് കഴിഞ്ഞാൽ പൂർണ്ണ മനുഷ്യനായിക്കൊണ്ട് വിചാരണ ചെയ്യാം. പക്ഷേ 16നും 18നും ഇടയ്ക്കാണെങ്കിൽ അവൻ ചെയ്യുന്ന ഒഫൻസിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച് അവനെ അഡൾട്ടായി പരിഗണിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ത്യയിൽ അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ, അതുപോലെ ബസ്സുകളിൽ പിന്നെ ക്യാമറകൾ, അതുപോലെ പെൺകുട്ടികളെ തുറിച്ച് നോക്കുകയാണെങ്കിൽ അതൊക്കെ ഒഫൻസ്. ഇങ്ങനെയുള്ള ഒരുപാട് സ്ത്രീ സുരക്ഷ സംബന്ധിച്ച നിയമത്തിലെ മാറ്റങ്ങൾ വന്നത് ആ പ്രക്ഷോഭത്തിന് ശേഷമാണ്. അപ്പോൾ ഇവിടെ ഈ പിള്ളേർ ഇത് കൂടും, പ്രക്ഷോഭത്തിലേക്കൊന്നും അവർ വന്നില്ല. അവർ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു. ആ കാര്യങ്ങൾ അടിസ്ഥാനമുണ്ടോ ഇല്ലയോ എന്നൊക്കെ രണ്ടാമത്തെ വിഷയം. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഇന്ത്യയിലെ ഗവൺമെൻറ്റിനെ ഭരിക്കുന്നവരോ ആ പിള്ളേരെ അഡ്രസ്സ് ചെയ്തിട്ട് നമുക്ക് കേൾക്കാം, നിങ്ങളുടെ പ്രശ്നം എന്താണ്, ഇന്ത്യയിലെ ചെറുപ്പക്കാരെ നിങ്ങൾ അസ്വസ്ഥരാണെങ്കിൽ നമുക്ക് ആ വിഷയം അഡ്രസ്സ് ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു നിലപാടെടുത്താൽ എത്ര മനോഹരമാണ്. അത് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്.